Hello everyone, welcome to the channel EduScore. This is the third video of the chapter Crop Production and Management, which is the first chapter of 8th Standard Science textbook. So, നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ മാനുവറിംഗ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇറിഗേഷൻ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. സോ ജനറലി ഇറിഗേഷൻ മെത്തേഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രഡീഷണൽ മെത്തേഡ്സും ഉണ്ട്, അതുപോലെ മോഡേൺ മെത്തേഡ്സും ഉണ്ട്. സോ നമുക്ക് ടെക്സ്റ്റ് വായിച്ച് തുടങ്ങാം. ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. The water available in wells, lakes and canals is lifted up by different methods in different regions for taking it to the fields. സോ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വാട്ടറിൻ്റെ സോഴ്സാണ് കിണറുകളും കുളങ്ങളും നദികളും ഒക്കെ. സോ ഇവിടെ നിന്നുള്ള വെള്ളമാണ് നമ്മുടെ ഫീൽഡിലേക്ക് യൂസ് ചെയ്യുന്നത്. കാറ്റിൽ ഓർ ഹ്യൂമൻ ലേബർ ഈസ് യൂസ്ഡ് ഇൻ ദീസ് മെത്തേഡ്സ്. ഒന്നുകിൽ നമ്മൾ മനുഷ്യനായിട്ട് തന്നെ വെള്ളം കോരിയെടുക്കുന്നതാവാം, അല്ലെങ്കിൽ കന്നുകാലികളെ കാറ്റിൽസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ വെള്ളം എടുക്കാറുണ്ട്. സോ ദീസ് മെത്തേഡ്സ് ആർ ചീപ്പർ ബട്ട് ലെസ് എഫിഷ്യൻറ്റ്. സോ മണി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ മെത്തേഡ്സ് ഒക്കെ ചീപ്പറാണ്. പക്ഷേങ്കിൽ ഇതിന് നമ്മുടെ കൂടുതൽ എനർജിയും അതുപോലെ കൂടുതൽ ടൈമും ഒക്കെ ആവശ്യം വരും. അതുകൂടാണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഈ മെത്തേഡ്സ് വഴി വെള്ളം എടുക്കുമ്പം വേസ്റ്റ് ആയും പോകാറുണ്ട്. സോ അതുകൊണ്ട് ഈ മെത്തേഡ്സ് നമ്മൾ ലെസർ എഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. ദ വേരിയസ് ട്രഡീഷണൽ വേസ് ആർ മോട്ട് ഓർ പുള്ളി സിസ്റ്റം. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ കിണറിനൊക്കെ നമ്മൾ ഈ പുള്ളി വെച്ചിട്ട് അല്ലെങ്കിൽ കപ്പിയും കയറും വെച്ചിട്ട് നമ്മൾ വെള്ളം കോരി എടുത്തിട്ട് അത് ഫീൽഡിലേക്ക് കൊടുക്കുന്നതാണ് മോട്ട് അല്ലെങ്കിൽ പുള്ളി സിസ്റ്റം. ഇനി അടുത്തതാണ് ചെയിൻ പമ്പ്. ഇവിടെയും ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് വീലുണ്ട്, അതിനിങ്ങനെ കണക്ട് ചെയ്തൊരു ചെയിൻ ഉണ്ട്. സോ ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് വെള്ളം കോരി ഫീൽഡിലേക്ക് ഒഴിക്കുന്നത്. ദെൻ കംസ് ധേക്ലി. ധേക്ലി ആണ് ഈ പിക്ചർ സിയിൽ കാണിച്ചിട്ടുള്ളത്. ഇതും നമ്മുടെ പുള്ളി സിസ്റ്റത്തിനോട് സിമിലർ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ കപ്പിയും ഇതും വെച്ച് പുള്ളി വെച്ച് വെള്ളം കോരുന്നതിന് പകരം ഈ വെയിറ്റ് വെച്ചിട്ട് ആണ് നമ്മൾ വെള്ളം കോരിയെടുക്കുന്നത്. പിന്നെ ഉള്ളതാണ് റാഹത്ത് അല്ലെങ്കിൽ ലിവർ സിസ്റ്റം. ഇവിടെ നമ്മളൊരു കാറ്റിലിൻ്റെ നെക്കിൽ ഇങ്ങനെ ഈ ലിവർ വെച്ച് കൊടുത്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ വെള്ളം കോരിയെടുക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ്. Pumps are commonly used for lifting water. Diesel, biogas, electricity and solar energy is used to run these pumps. So, ഈ വെള്ളം വലിക്കാൻ വേണ്ടി നമ്മൾ പല പമ്പുകളും യൂസ് ചെയ്യും. ഈ പമ്പൊക്കെ either ഡീസൽ അല്ലെങ്കിൽ ബയോഗ്യാസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇലക്ട്രിക് പമ്പുകളായിരിക്കും, അല്ലെങ്കിൽ സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന പമ്പുകളായിരിക്കും. സോ ഇത് വെച്ച് പമ്പ് യൂസ് ചെയ്ത് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ വെള്ളം എടുക്കാറുണ്ട്. So that's all about traditional methods. Now we will see the modern methods of irrigation. Modern methods of irrigation help us to use water economically. So നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മോഡേൺ മെത്തേഡ്സ് കുറച്ചും കൂടെ ബെറ്റർ ആണ്. എന്തുകൊണ്ടാണ്? നമ്മളെ എഫേർട്ടും അതുപോലെ നമ്മളെ ടൈമും ഒക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ കൂടാണ്ട് തന്നെ വെള്ളം അധികം വേസ്റ്റായി പോവാണ്ട്, അതായത് ആവശ്യത്തിലധികം വെള്ളം വേസ്റ്റായി പോവാണ്ട് നമുക്ക് സൂക്ഷിക്കാനും പറ്റും. The main methods used are as follows. First one is sprinkler system. സ്പ്രിങ്ക്ലർ സിസ്റ്റം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ നമുക്ക് അതിനെ പറ്റി വായിക്കാം. ദിസ് സിസ്റ്റം ഈസ് മോർ യൂസ്ഫുൾ ഓൺ ദ അൺഈവൻ ലാൻഡ് വെർ സഫീഷ്യൻറ്റ് വാട്ടർ ഇസ് നോട്ട് അവൈലബിൾ. സോ അങ്ങനെ ഒരേപോലത്തെ ലാൻഡ് അല്ല, കുറച്ചിങ്ങനെ ഇറക്കവും കയറ്റവും ഒക്കെ ഉള്ള, അതായത് നമുക്ക് വെള്ളം എടുത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും സ്പ്രിങ്ക്ലർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ദ പെർപെൻഡിക്കുലർ പൈപ്സ് ഹാവിംഗ് റൊട്ടേറ്റിംഗ് നോസിൽസ് ഓൺ ടോപ്പ് ആർ ജോയിൻഡ് ടു ദ മെയിൻ പൈപ്പ് ലൈൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. When water is allowed to flow through the main pipe under pressure with the help of a pump, it escapes from the rotating nozzles. It gets sprinkled on the crop as if it is raining. So നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പിക്ചറിൽ തന്നിട്ടുള്ളതാണ് സ്പ്രിങ്ക്ലർ സിസ്റ്റം. ഇവിടെ ഇങ്ങനെ മെയിൻ പൈപ്പ് ലൈൻസ് ഉണ്ടാവും, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളിങ്ങനെ കുറച്ച് ചെറിയ പൈപ്പുകളും കണക്ട് ചെയ്ത് കൊടുക്കും. ഈ ചെറിയ പൈപ്പിൻ്റെ എൻഡിൽ ചെറിയ നോസിൽസ് ഉണ്ടാവും. ഈ നോസിൽസിന് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. സോ നമ്മൾ ഈ മെയിൻ പൈപ്പ് ലൈനിൽ കൂടെ നല്ല പ്രഷറിൽ വെള്ളം കൊടുക്കുമ്പം ആ പ്രഷർ കാരണം ഇതിങ്ങനെ ഈ പൈപ്പ് കൂടെ വന്ന് ഈ നോസിൽസ് കൂടെ പുറത്തേക്ക് തെറിക്കും. സോ മഴ പെയ്യുന്ന പോലെ വെള്ളം ഇങ്ങനെ ചെടികളുടെ മേലേക്ക് സ്പ്രിങ്കിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂഷ്വലി ലോൺസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? Sprinklers is very useful for lawns, coffee plantations and several other crops.
സോ അതാണ് ലോൺസിൽ, കോഫി പ്ലാന്റേഷനിൽ, അതുപോലെ തന്നെ വേറെ പല ക്രോപ്സിനും ഒക്കെ വാട്ടർ ചെയ്യാൻ നമ്മൾ ഈ സ്പ്രിംഗ്ലർ സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. Then the second one is drip system. In this system, the water falls drop by drop directly near the roots. So it is called drip system. So പേരിൽ പറയുമ്പോൾ തന്നെ ഇതിൽ പ്ലാന്റ്സിന്റെ റൂട്ട്സിന്റെ അടുത്ത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. It is the best technique for watering fruit plants, gardens and trees. So usually ഇത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഗാർഡൻസിലും അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സിന് അല്ലെങ്കിൽ കുറച്ചൊരു വലിയ ട്രീസിനൊക്കെ വെള്ളം കൊടുക്കാനാണ്. ഇവിടെ ഈ പിക്ചറിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ പൈപ്പ് ലൈൻസ് ഇട്ടിട്ട് ഓരോ പ്ലാന്റിന്റെയും റൂട്ടിന്റെ അടുത്താണ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വെള്ളം കൊടുക്കുന്നത്. Water is not at all wasted. It is a boon in regions where availability of water is poor. So അതാണ് ഈ മെത്തേഡിന്റെ ബെനിഫിറ്റ്. വെള്ളം കിട്ടാൻ സാധ്യത കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മെത്തേഡാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. കാരണം എന്താ, ഇതിൽ നമ്മൾ ചെടീന്റെ റൂട്ടിന്റെ അടുത്ത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. സോ നമ്മൾ അനാവശ്യമായിട്ട് വെള്ളം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡ്രിപ്പ് സിസ്റ്റം ആൻഡ് വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് ഇറിഗേഷൻ. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ ഫ്രം വീഡ്സ്. Bhujo and Paheli went to a nearby wheat field and saw that there were some other plants in the field growing along with wheat plants. So ഒരു ദിവസം ബൂജോയും പഹേലിയും ഒരു വീറ്റ് ഫീൽഡ് കാണാൻ പോയി. അവിടെ നോക്കുമ്പോൾ വീറ്റ് പ്ലാന്റ്സ് അല്ലാണ്ട് വേറെ ചില പ്ലാന്റ്സും കൂടെ ഇതിന്റെ കൂടെ വളരുന്നുണ്ട്. So Bhujo is asking, have these other plants been planted purposely? So ഈ കൂടെ വളരുന്ന വീറ്റ് അല്ലാത്ത ബാക്കിയുള്ള പ്ലാന്റ്സും വേണമെന്ന് വെച്ചിട്ട് തന്നെ വളർത്തുന്നതാണോ? In a field, many other undesirable plants may grow naturally along with the crop. These undesirable plants are called weeds. So, ചിലപ്പോൾ നമ്മൾ ചെടികൾ നട്ടു, നമ്മളൊരു പാടത്തിൽ നമ്മളെ ചെടികൾ നട്ടു, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടാത്ത ആവശ്യമില്ലാത്ത വേറെ പല ചെടികളും കൂടെ മുളച്ചു വരും. സോ അങ്ങനെയുള്ള അൺവാണ്ടഡ് അൺഡിസൈറബിൾ പ്ലാന്റ്സിനെയാണ് വീഡ്സ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ നമ്മളിതിനെ കളകൾ എന്ന് പറയും. സോ വാട്ട് ആർ വീഡ്സ്? The undesirable plants that may grow naturally along with the crop are called weeds. The removal of weeds is called weeding. So നമ്മൾ ഈ weedsനെ remove ചെയ്യുന്ന പ്രോസസ്സിനെയാണ് weeding എന്ന് പറയുന്നത്. Weeding is necessary since weeds compete with the crop plants for water, nutrients, space and light. Thus, they affect the growth of the crop. So എന്തുകൊണ്ടാണ് weeding important? നമ്മൾ weeding properly ചെയ്തില്ലെങ്കിൽ ഈ weed plants നമ്മുടെ crop plantsന് കിട്ടുന്ന വാട്ടറും അതുപോലെ മിനറൽസിന് വേണ്ടിയും അല്ലെങ്കിൽ സ്പേസിന് വേണ്ടി സൺലൈറ്റിന് വേണ്ടിയും ഒക്കെ നമ്മൾ ക്രോപ്പ് പ്ലാന്റ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. സോ അപ്പോൾ നമ്മുടെ ക്രോപ്പ് പ്ലാന്റ്സിന് കിട്ടേണ്ട റിസോഴ്സസ് ആണ് കുറഞ്ഞു പോകുന്നത്. അപ്പം അത് കാരണം നമ്മുടെ ക്രോപ്പ് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് അഫക്റ്റഡ് ആവും. Some weeds interfere even in harvesting and may be poisonous for animals and human beings. So അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൽ ചില വീറ്റ് പ്ലാന്റ്സും കൂടെ അറിയാണ്ടേ കയറി പോവാം. അപ്പോൾ ചില വീറ്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അത് പോയിസണസ് ആയിരിക്കും. അപ്പോൾ എന്താ, നമുക്കത് ഹാംഫുൾ ആണ്. അല്ലെ ചില പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ, ചില വീഡ്സ് എന്ന് പറഞ്ഞാൽ അത് ചില ചെടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചലൊക്കെ ഉണ്ടാവും. സോ അതുപോലെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാം. സോ ഇതൊക്കെ കൊണ്ട് നമ്മൾ വീഡിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് തന്നെയാണ്. ഫാമേഴ്സ് അഡോപ്റ്റ് മെനി വേസ് ടു റിമൂവ് വീഡ്സ് ആൻഡ് കൺട്രോൾ ദെയർ ഗ്രോത്ത്. സോ നമ്മൾ ഈ വീഡ്സിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമേഴ്സ് ജനറലി കുറേ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. Tilling before sowing of the crops helps in uprooting and killing of the weeds, which may then dry up and get mixed with the soil. So ഒരു മെത്തേഡാണ് എന്താ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെടികൾ നടുന്നതിന് മുമ്പേ, നമ്മുടെ ക്രോപ്പ് നടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ നിലം നന്നായിട്ട് കളച്ച് മറിക്കുന്നുണ്ട്. സോ ആ സമയത്ത് ഈ വീറ്റ് പ്ലാന്റ്സിന്റെ റൂട്ട്സ് ഒക്കെ അവിടെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ അതും കൂടെ അപ്രൂട്ടഡ് ആവും. അങ്ങനെ പതുക്കെ ആ ചെടി അവിടെ ഡ്രൈഡപ്പ് ആയി അത് ആ മണ്ണിൽ അങ്ങ് ചേർന്ന് പോയിക്കോളും. The best time for removal of weeds is before they produce flowers and seeds. So എപ്പോഴാണ് നമ്മൾ വീഡിങ് നടത്തേണ്ടത്? ഈ വീഡ്സ് ഫ്ലവർ ചെയ്യുകയും സീഡ് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വീഡ്സിനെ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുക, നമ്മൾ വീഡ്സിനെ പറിച്ച് കളഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ സീഡ്സ് ഒക്കെ ഓൾറെഡി അവിടെ മണ്ണിൽ വീണ് പോയിട്ടുണ്ടാവും. സോ എഗെയിൻ നമ്മൾ വെള്ളമൊക്കെ കൊടുക്കുമ്പം ഈ ചെടികൾ അവിടെ വീണ്ടും മുളച്ച് ഈ സീഡിൽ നിന്ന് വീണ്ടും ആ വീഡ്സ് അവിടെ മുളച്ച് വരാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഫ്ലവറിംഗ് സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വീഡ്സിനെ പറിച്ച് കളയണം. The manual removal includes physical removal of weeds by uprooting or cutting them close to the ground from time to time. This is done with the help of a kurpi. So നമ്മൾ ആദ്യം കണ്ടൊരു ടൂളാണ് കുർപ്പി അല്ലേ. സോ കുർപ്പി പോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതർ ഇതിനെ കംപ്ലീറ്റ്ലി അപ്രൂട്ട് ചെയ്ത് കളയാം,
മൊത്തത്തിൽ അതിന്റെ വേരോടുകൂടി പറിച്ചു കളയുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഇതിനെ കട്ട് ചെയ്ത് കളയുക. സോ ഇത് റെഗുലർ ഇന്റർവെല്ലിൽ നമ്മൾ ചെയ്യണം. വീഡ്സ് റെഗുലർ ഇന്റർവെല്ലിൽ വേണം നമ്മൾ റിമൂവ് ചെയ്ത് കളയാൻ. എ സീഡ് ഡ്രിൽ ഈസ് ഓൾസോ യൂസ്ഡ് ടു അപ്രൂട്ട് വീഡ്സ്. സോ ഇങ്ങനെ ഒരു മെഷീൻ, സീഡ് ഡ്രിൽ എന്നുള്ള മെഷീൻ ഉപയോഗിച്ച് നമുക്ക് വീഡ്സിനെ പറിച്ചു കളയാം. Weeds are also controlled by using certain chemicals called weedicides like 2,4-D. So weedicide എന്ന് പറഞ്ഞാൽ എന്താ? വീഡ്സിനെ കൊന്നു കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ വീഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ആണ് weedicides. So weedicides are the chemicals which are used to control the weeds. അതിനൊരു എക്സാമ്പിൾ ആണ് 2,4-D. These are sprayed in the fields to kill the weeds. They do not damage the crops. So ഇത് നമ്മളെ ഫീൽഡിലെ ചെടികളെ മേലെ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇത് നമ്മുടെ ക്രോപ്പ് പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യില്ല. The weedicides are diluted with water to the extent required and sprayed in the field with a sprayer. So നമ്മൾ പറഞ്ഞത് ഒരു കെമിക്കൽ ആണ്. സോ അവർ പറയുന്ന ആ കോൺസെൻട്രേഷനിലേക്ക് നമ്മൾ ഈ കെമിക്കലിനെ വെള്ളം ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു സ്പ്രേയർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് തളിച്ചു കൊടുക്കുന്നത്. സോ അവിടെ പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെയാണ് ഫാർമർ അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്പ്രേയർ ഉപയോഗിച്ചാണ് ഫീൽഡിൽ തളിച്ചു കൊടുക്കുന്നത്. Do weedicides have any effect on the person handling the weedicide sprayer? സോ ബൂജോ ചോദിക്കുകയാണ്, ഈ വീഡിസൈഡ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമോ? ഇതൊരു കെമിക്കലാണ്, ചെടീനെ നശിപ്പിച്ച് കളയാനുള്ള പവർ ഉണ്ട്. സോ ഇത് തളിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമോ? As already mentioned, the weedicides are sprayed during the vegetative growth of the weeds before flowering and seed formation. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ ചെടികൾ ഫ്ലവറിങ് സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് എത്തുന്നതിന് മുമ്പേ വെജിറ്റേറ്റീവ് സ്റ്റേജിൽ തന്നെയാണ് നമ്മളിതിന് ഈ വീഡിസൈഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രേയിങ് ഓഫ് വീഡിസൈഡ്സ് മേ അഫക്ട് ദ ഹെൽത്ത് ഓഫ് ദ ഫാമർ. സോ ബൂജോ ചോദിച്ചത് കറക്റ്റാണ്. എന്താ പറയുന്നത്? നമ്മൾ വീഡിസൈഡ് സ്പ്രേ ചെയ്യുന്ന ആളും ആ ഫാർമറിൻ്റെ ഹെൽത്തിനെയും ഇത് അഫക്റ്റ് ചെയ്യാം. സോ അതിനെന്ത് ചെയ്യണം? സോ ദേ ഷുഡ് യൂസ് ദീസ് കെമിക്കൽസ് വെരി കെയർഫുള്ളി. They should cover their nose and mouth with a piece of cloth during spraying of these chemicals. So whenever ഒരു ഫാമർ ഇങ്ങനെയുള്ള വീഡിസൈഡ്സ് അല്ലെങ്കിൽ കെമിക്കൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മൂക്കും വായും പ്രോപ്പറായിട്ട് ക്ലോത്ത് വെച്ചോ മാസ്ക് വെച്ചോ കവർ ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. സോ അതാണ് വീഡിങ് എന്നുള്ള പ്രോസസ്സ്. ഇനി അടുത്തതാണ് ഹാർവെസ്റ്റിംഗ്. എന്താണ് ഹാർവെസ്റ്റിംഗ്? Harvesting of a crop is an important task. The cutting of crop after it is mature is called harvesting. So നമ്മളെ ചെടീനെ ആദ്യം മണ്ണ് റെഡിയാക്കി വിത്തിട്ട് അതിന് വേണ്ട ഫുഡായിട്ടുള്ള വളം കൊടുത്തു, അതുപോലെ വെള്ളം കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിലുള്ള വേണ്ടാത്ത ബീഡ്സിനെ ഒക്കെ കളഞ്ഞ് നമ്മുടെ ചെടി ഇങ്ങനെ നല്ല ഉഷാറായി വളർന്ന് വന്ന് ഇപ്പം മെച്യൂർ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പം നമുക്കതിൽ നമുക്ക് വേണ്ട ഈൽഡ് പറിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈൽഡ് എടുക്കാനുള്ള ടൈമായി. സോ ആ പ്രോസസ്സിനെയാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ കട്ടിംഗ് ഓഫ് ക്രോപ്പ് ആഫ്റ്റർ ഇറ്റ് ഈസ് മെച്യൂർ ഇസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്. ഇൻ ഹാർവെസ്റ്റിംഗ്, crops are pulled out or cut close to the ground. It usually takes 3 to 4 months for a cereal crop to mature. So generally ഒരു 3-4 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ സിറിയൽ ക്രോപ്സ് ഒക്കെ മെച്യൂരിറ്റി എത്തും. സോ അന്നേരമാണ് നമ്മൾ ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്? ഏതർ നമ്മൾ ഇതിനെ അങ്ങനെ തന്നെ പുള്ളി ചെയ്തെടുക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേക ടൂൾസ് ഉപയോഗിച്ച് ഇതിനെ കട്ട് ചെയ്ത് ഗ്രൗണ്ട് ലെവലിൽ കട്ട് ചെയ്തെടുക്കും. Harvesting in our country is either done manually by a sickle or by a machine called harvester. So നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതർ നമ്മൾ മാനുവലി ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിക്കിൾ. കണ്ടില്ലേ, ഈ ഇവിടെ പിക്ചർ കൊടുത്തിട്ടില്ലേ, ഇതാണ് സിക്കിൾ. സോ ഇത് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഒരു മെഷീൻ ഉണ്ട്, ഹാർവെസ്റ്റർ എന്ന് പറയുന്ന മെഷീൻ ഉണ്ട്. ആ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുക. In the harvested crop, the grain seeds need to be separated from the chaff. This process is called threshing. So ഇനി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുത്തു, അതായത് നമ്മളെ നെൽക്കതിര്, ഇപ്പം പാഡി ഫീൽഡ് ആണെങ്കിൽ നമ്മുടെ നെൽക്കതിരിനെ നമ്മൾ ഈ അരിവാൾ അല്ലെങ്കിൽ ഹാർവെസ്റ്റർ എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൽ നെല്ലിനെയും ചെടീനെയും നമുക്ക് വേറെ വേറെ ആക്കി എടുക്കണം. സോ ദ സെപ്പറേഷൻ ഓഫ് സീഡ്സ് ഫ്രം ദ ഷാഫ് ഇസ് കോൾഡ് ത്രഷിംഗ്. ആ പ്രോസസ്സിനാണ് നമ്മൾ ത്രഷിംഗ് എന്ന് പറയുന്നത്. This is carried out with the help of a machine called combine, which is in fact a harvester as well as a thresher. So ഇവിടെ 2-in-1 ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന 2-in-1 ബെനിഫിറ്റ് ഉള്ള ഒരു മെഷീനാണ് കമ്പൈൻ. ഇത് വെച്ചിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനും പറ്റും, അതേസമയം ത്രഷ് ചെയ്യാനും പറ്റും.
After harvesting, sometimes stubs are left in the field, which are burnt by farmers. Paheli is worried. She knows that it causes pollution. It may also catch fire and damage in the crops lying in the field. അപ്പം ജനറലി ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാലും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ കട്ട് ചെയ്യാണ് മിക്കപ്പോഴും. സോ ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ അവിടെ ബാക്കി ഉണ്ടാവും, ചെറിയ ചെറിയ സ്റ്റബ്സ് ഒക്കെ അവിടെ ബാക്കി ഉണ്ടാവും. സോ ഇതൊക്കെ ഫാമേഴ്സ് എന്താ ചെയ്യുന്നത്, ഇതിനൊക്കെ കൂടെ തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പഹേലിക്ക് അറിയാം ഈ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ തീയിട്ടിട്ടുണ്ടെങ്കിൽ ഇത് എയർ പൊല്യൂഷന് റീസൺ ആവും. അതുപോലെ തന്നെ തൊട്ടടുത്ത ഫീൽഡിൽ ഒക്കെ ചിലപ്പം വേറെ ചെടികൾ ഉണ്ടാവും. സോ ഈ ഫയറിന്റെ ഹീറ്റ് കാരണം അതിന് ഡാമേജ് വരാം, അല്ലെങ്കിൽ ഈ ഫയർ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് തൊട്ടടുത്ത ഫീൽഡിലേക്കൊക്കെ പടർന്നു പോവാം. സോ അങ്ങനെയൊക്കെ റിസ്ക് ഉണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. Farmers with small holdings of land do the separation of grain and chaff by winnowing. You have already learned this in class 6th. So 6th standard നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ് വിന്നോയിങ്. സോ വിന്നോയിങ്ങിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ കാറ്റ് ഉപയോഗിച്ച് എയർ കൊടുത്തിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി സീഡിനെയും ഈ ഷാഫിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നെൽക്കതിരാണെങ്കിൽ നെല്ലിന്റെ ചെടിയിൽ നിന്ന് ഈ നെല്ലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ വിന്നോയിങ് എന്ന് പറയുന്നത്. Now we will see about some harvest festivals. After 3 or 4 months of hard work, there comes the day of the harvest. The sight of the golden fields of standing crop laden with grain fills the hearts of farmers with joy and a sense of well-being. So farmersനൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു സമയമാണ് ഹാർവെസ്റ്റിംഗിന്റെ ടൈം. അതായത് അവരുടെ 3-4 മാസത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് അവർക്ക് ആ ഹാർവെസ്റ്റ് വഴി കിട്ടുന്നത്. അതായത് അവർ ആ ചെടീനെ വിത്തിട്ട് അത് ചെറിയ ചെടിയായി അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വേറെ വീഡ്സ് ഒന്നും വരാണ്ട് ശ്രദ്ധിച്ച് അങ്ങനെ അതിനെ വലുതാക്കി അവസാനം അതിൽ നിന്ന് അവർക്ക് അവരുടെ ഈൽഡ് കിട്ടുന്നതാണ്. സോ ആ സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. The efforts of the past season have borne fruit and it is time to relax and enjoy a little. The period of harvest is thus of great joy and happiness in all parts of India. So ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഫാമേഴ്സിനെ സംബന്ധിച്ച് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഹാർവെസ്റ്റിംഗ് ടൈം. അവരുടെ ആ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി, ഇനി അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. മെൻ ആൻഡ് വിമൻ സെലിബ്രേറ്റ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം. സോ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു സമയമാണത്. സ്പെഷ്യൽ ഫെസ്റ്റിവൽസ് അസോസിയേറ്റഡ് വിത്ത് ദ ഹാർവെസ്റ്റ് സീസൺ ആർ പൊങ്കൽ, ബൈസാഖി, ഹോളി, ദീപാവലി, നബന്യ ആൻഡ് ബിഹു. സോ ഓരോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് ഉണ്ടെങ്കിലും ഇതിനൊക്കെ പല പല പേരിലാണ് പറയുന്നത്. സോ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓണം എന്ന് പറഞ്ഞ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. അതുപോലെ തമിഴ്നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് പൊങ്കൽ. ബൈസാഖി എന്ന് പറഞ്ഞാൽ പഞ്ചാബ്, ഹരിയാനയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. സോ ബാക്കി ഇനിയും ഒരു 3-4 സെലിബ്രേഷൻസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കൂ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ഈ സെലിബ്രേഷൻസ് നടക്കുന്നത് എന്ന്. ഓക്കെ, സോ നൗ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്തത് എന്താ, സ്റ്റോറേജ്. സോ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം, കേടുപാടുകളൊന്നും വരാണ്ട് നശിച്ചു പോവാണ്ട് സ്റ്റോർ ചെയ്യണം. സ്റ്റോറേജ് ഓഫ് പ്രൊഡ്യൂസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. If the harvested grains are to be kept for longer time, they should be safe from moisture, insects, rats and microorganisms. So നമ്മൾ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ചിലപ്പോൾ നമുക്ക് ഉടനെ ഉപയോഗിക്കേണ്ടതായിരിക്കില്ല. ഇപ്പം അരിയൊക്കെ നമ്മൾ കിട്ടിയ ഉടനെ നമുക്ക് വെക്കാൻ പറ്റില്ല. സോ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യണം. സോ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതിന് മോയ്സ്ചർ കണ്ടന്റിൽ നിന്നും അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇൻസെക്ട്സ്, റാറ്റ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈക്രോബ്സ് ഇതൊക്കെ വരാണ്ട് ഇതിനെ സേഫ് ആയിട്ട് വെക്കണം. ഹാർവെസ്റ്റഡ് ഗ്രെയിൻസ് ഹാവ് മോർ മോയ്സ്ചർ. If freshly harvested grains or seeds are stored without drying, they may get spoiled or attacked by organisms, making them unfit for use or for germination. So നമ്മളിപ്പം ഈ നമ്മളുടെ കിട്ടിയ പ്രൊഡക്റ്റിനെ ചിലപ്പോൾ നമുക്ക് അടുത്തൊരു സീസണിലേക്കുള്ള സീഡായിട്ടും ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഹാർവെസ്റ്റ് ചെയ്ത സീഡ്സിലൊക്കെ ജനറലി വെള്ളത്തിൻ്റെ എമൗണ്ട് ഉണ്ടാവും, മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും. സോ നമ്മൾ ആസ് സച്ച് അതുപോലെ വെക്കുകയാണെങ്കിൽ ചിലപ്പം ഈ മോയ്സ്ചർ കണ്ടന്റ് കാരണം പല ഫംഗസോ ബാക്ടീരിയയോ അല്ലെങ്കിൽ ചില ഇൻസെക്ട്സോ ഒക്കെ വന്നിട്ട് ഇതിനെ നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് വേണം, ഇതിനെ പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ. സോ അങ്ങനെ ഈ എന്തെങ്കിലും വന്ന് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സീഡ്സും ഉണ്ടാവില്ല, അതേപോലെ നെക്സ്റ്റ് ഒരു സീസണിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള വിത്തുകളും അല്ലെങ്കിൽ മുളപ്പിക്കാനുള്ള വിത്തുകളും നമുക്ക് ഉണ്ടാവില്ല.
Hence, before storing them, the seeds are properly dried in the sun to reduce the moisture in them. This prevents the attack by insect pests, bacteria and fungi. So, നമ്മൾ പറഞ്ഞ പോലെ സൂക്ഷിക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിനെ നന്നായി വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ കളഞ്ഞ് അതിനെ ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ ഇത് സൂക്ഷിച്ചു വെക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ പല ഇൻസെക്ട്സിനെയും അല്ലെങ്കിൽ ബാക്ടീരിയയോ ഫംഗസോ എന്തെങ്കിലും വഴിയിൽ അറ്റാക്ക് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. Paheli is having some doubt. I saw my mother putting some dried neem leaves in an iron drum containing wheat. I wonder why. നിങ്ങളും കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മളും ചെയ്യാറുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ? നമ്മുടെ വീട്ടിൽ ഇപ്പം എന്തെങ്കിലും പാത്രത്തിലൊക്കെ കുറച്ചധികം ഈ കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണങ്ങിയ വേപ്പിന്റെ ഇല അതിലിട്ട് വെക്കാറുണ്ട് അല്ലേ? എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്? നമുക്ക് നോക്കാം. Farmers store grains in jute bags or metallic bins. However, large-scale storage of grains is done in silos and granaries to protect them from pests like rats and insects. So, farmers generally ചാക്കിലാക്കിയിട്ടാണ് സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ഒക്കെ ഏതർ ചാക്കിലാക്കിയിട്ട് സൂക്ഷിക്കും, അല്ലെങ്കിൽ മെറ്റലിന്റെ കുറച്ച് വലിയ ബീപ്പകള് ഡ്രമ്മുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്താണ് ഇട്ട് സൂക്ഷിക്കുക. ഇപ്പൊ ലാർജ് സ്കെയിലിൽ വലിയ കർഷകരൊക്കെയാണ് അവരിങ്ങനെ ഗോഡൌണിലൊക്കെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഏതർ അവർ ചാക്കിലാക്കിയിട്ട് സിലോസിൽ സൂക്ഷിക്കും, അല്ലെങ്കിൽ ചാക്കുകളിലാക്കിയിട്ട് ഗ്രാനറികളിൽ സൂക്ഷിക്കും. സോ ദാറ്റ് റാറ്റുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെസ്റ്റുകൾ ഇൻസെക്ട്സ് ഒന്നും അതിന് ഇൻഫെക്ട് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെയുള്ള വലിയ മെറ്റാലിക് ടവേഴ്സിനെയാണ് നമ്മൾ സിലോസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ വലിയ മെറ്റാലിക് ടവറിലാണ് ലാർജ് സ്കെയിൽ ഫാമേഴ്സ് ഒക്കെ ലാർജ് സ്കെയിൽ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സീഡ്സ് ഒക്കെ സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ഗോഡൌൺസ് പോലുള്ള ഗ്രാനറീസിൽ ഇങ്ങനെയുള്ള ചാക്കിന്റെ ബാഗുകളിലാക്കിയിട്ടും നമ്മൾ സൂക്ഷിക്കാറുണ്ട്. Dried neem leaves are used for storing food grains at home. For storing large quantities of grains in big godowns, specific chemical treatments are required to protect them from pests and microorganisms. So, ഇപ്പൊ നമുക്ക് മനസ്സിലായി പഹലിന്റെ അമ്മ എന്തിനായിരുന്നു നീം ലീവ്സ് ഇട്ടത് എന്ന്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഡ്രൈ ചെയ്തിട്ടുള്ള നീം ലീവ്സും കൂടെ ഇതിന്റെ കൂടെ ഇട്ട് വെക്കാറുണ്ട്. സോ ദാറ്റ് വേറെ ഇൻസെക്ട്സോ പെസ്റ്റുകളോ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി. ആ നീമിന്റെ സ്മെല്ല് കൊണ്ടും അതിൽ നിന്നുള്ള കെമിക്കൽസ് കൊണ്ടും, അതായത് പ്ലാന്റിലുള്ള നല്ല കെമിക്കൽസ് ഉണ്ട്, അതുകൊണ്ടും ഈ പെസ്റ്റുകളുടെ അറ്റാക്ക് ഉണ്ടാവില്ല. ഇനി കുറച്ചും കൂടെ നല്ലോണം ക്വാണ്ടിറ്റിയിൽ ഉണ്ടെങ്കിൽ ഗോഡൌൺസിലൊക്കെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ചാക്ക് ബാഗിലൊക്കെ ആക്കിയിട്ട് ഗോഡൌൺസിലൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് അതിന് സ്പെസിഫിക് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ മൈക്രോ ഓർഗാനിസത്തിനെയും പെസ്റ്റിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നത്. സോ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഫ്രം ആനിമൽസ്. സോ ഇത്ര നേരം നമ്മൾ പ്ലാന്റ് എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏതാ പ്ലാന്റ്സ് എന്നുള്ളതാവാം അല്ലെങ്കിൽ അനിമൽസ് എന്നുള്ളതാവാം. സോ പ്ലാന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇത്ര നേരം നമ്മൾ പ്ലാന്റിൽ നിന്ന് എങ്ങനെയാണ് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഫുഡ് ഫ്രം ആനിമൽസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഹിയർ ഇസ് ആൻ ആക്ടിവിറ്റി ഫോർ യു. മേക്ക് ദ ഫോളോയിങ് ടേബിൾ ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. സോ ഇവിടെ ഈ ടേബിളിൽ ഈ കോളത്തിൽ ഒരു ഫുഡ് ഐറ്റം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ മിൽക്കാണ് പറഞ്ഞിട്ടുള്ളത്. മിൽക്കിന്റെ സോഴ്സ് ആണ് നെക്സ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. സോ മിൽക്ക് നമുക്ക് കൗവെന്നും ബഫലോന്നും അതുപോലെ ഷീ ക്യാമൽ എന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇനി വേറൊരു ഫുഡിനെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്ക് എഗ് എന്ന് എഴുതാം. സോ എഗിന്റെ സോഴ്സസ് ഏതൊക്കെയാണ്? ഹെൻ, ഡക്ക്, ഇതൊക്കെയാണ് നമ്മൾ കോമൺലി നമ്മുടെ എഗിന്റെ സോഴ്സ്. സോ അത് ഈ കോളത്തിൽ എഴുതാം. അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഡെയിലി നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ഏതൊക്കെ ഫുഡാണ് ആനിമൽ സോഴ്സ് എന്ന് വരുന്നത്, എവിടുന്ന് ഏത് ആനിമലിൽ നിന്നാണ് അത് കിട്ടുന്നത് എന്നൊന്ന് ഓർത്തിട്ട് ഈ കോളം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. After completing this table, you must have seen that like plants, animals also provide us with different kinds of food. So, ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആനിമൽ സോഴ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് കിട്ടുന്നുണ്ട്. Many people living in the coastal areas consume fish as a major part of their diet. So, coastal areasലൊക്കെ അല്ലെങ്കിൽ കടലിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് അവരുടെ ഫുഡിൻ്റെ ഒരു മേജർ പാർട്ടായിരിക്കും ഫിഷ്. കാരണം അവർക്കത് ഈസിലി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഡെയിലി ഡയറ്റിൽ ഫിഷ് ഇൻക്ലൂഡഡ് ആയിരിക്കും. In the previous classes, we have learned about the food that we obtain from plants.
We have just seen that the process of crop production involves a number of steps like selection of seeds, sowing, etc. So നമ്മൾ ഓൾറെഡി പ്ലാന്റ് സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിൽ ഫോളോ ചെയ്യുന്നത്, അത് തുടങ്ങി എങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. So similarly, animals reared at home or in farms have to be provided with proper food, shelter and care. When this is done on a large scale, it is called animal husbandry. So animal husbandry is a new term for us. What is animal husbandry? നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ഡെയിലി ഫുഡിൽ പലതും നമുക്ക് അനിമൽസിൽ നിന്നാണ് കിട്ടുന്നത്. സോ ഈ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ പല അനിമൽസിനെയും വളർത്താറുണ്ട്. ഇപ്പോൾ പാലിന് വേണ്ടി പശുവിനെ, അതുപോലെ മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി നമ്മൾ കോഴീനെ വളർത്തുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മളൊരു ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോൾ അതിന് വേണ്ട ഫുഡും അതിന് ഷെൽട്ടറും അതുപോലെ അതിന് വേറെ അസുഖങ്ങളൊന്നും വരാണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ ലാർജ് സ്കെയിലിൽ അതിനൊക്കെ വളർത്തുമ്പോൾ അതിനെയാണ് നമ്മൾ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ആനിമൽ ഹസ്ബൻഡറി? Rearing of animals in large scale by providing them with proper food, shelter and care is called animal husbandry. So ini pahili nammalodu endo parayana. What is that? Fish is good for health. We get cod liver oil from fish, which is good, which is rich in vitamin D. So fish കഴിക്കുന്നതിന്റെ benefit ആണ് പഹലി പറയുന്നത്. ഫിഷിൽ cod liver oil ഉണ്ട്, which is very rich in vitamin D. So fish കഴിക്കുന്നത് വഴി നമുക്ക് vitamin D ആണ് കിട്ടുന്നത്. So that is the end of this chapter. ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസസും കൂടെ നോക്കാം. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസും അതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.